ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാൻ്റെ മഹത്വവും സ്വർഗരാജ്യ പ്രവേശനം നേടുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ മഹത്വവും ഈശോ ഒരേ സമയം ഇവിടെ എടുത്തു കാണിച്ച് പറയുകയാണ്. സ്നാപക യോഹന്നാൻ നമുക്ക് പരിചിതനാണ്. അത്ഭുതകരമായ ദൈവികമായ ഇടപെടലിലുള്ള ജനനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞയാളാണ് സ്നാപക യോഹന്നാൻ. ദൈവത്തിൻ്റെ മുന്നോടിയായി വരാനുള്ള ഉന്നതമായ, ദൈവത്തിൻ്റെ മുമ്പേ പോയി വഴിയൊരുക്കാനുള്ള ഉന്നതമായ വിളിയും ദൗത്യവും കിട്ടിയ ആളാണ് സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് ഈശോ പറയുന്നു, ജനനം കൊണ്ട് സ്നാപക യോഹന്നാനേക്കാൾ വലിയ ഒരാൾ ഈ ഭൂമിയിലില്ല, ജനിച്ചിട്ടില്ല. എന്നാൽ അതേസമയം ഈശോ തുടർന്ന് പറയുന്നു, ഈ സ്നാപകനേക്കാൾ ഭാഗ്യം ചെയ്ത ആളുകൾ, വലിയ ആളുകൾ സ്വർഗത്തിലെത്തുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? കാരണം ഒരാൾ സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയിലൂടെയാണ് സ്വർഗത്തിലെത്തുന്നത്. സ്നാപകൻ ഈശോയ്ക്ക് മുമ്പേ പോയ, ഈശോയ്ക്ക് വഴിയൊരുക്കാൻ പോയ, ഈശോയിൽ വരാത്ത ഒരാൾ, അല്ലെ ഈശോയുടെ മുമ്പേ പോയ ഒരാളെന്ന നിലയിൽ ഉള്ളതിനേക്കാൾ ഈശോയിലൂടെ ഒരാൾ സ്വർഗത്തിലെത്തുമ്പോൾ അയാൾ കൂടുതൽ പ്രാധാന്യമുള്ള ആളായി മാറുന്നു. കാരണം അയാൾക്ക് ദൈവത്തെ തന്നെ, ഈശോയെ തന്നെ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയായി, മാർഗമായി കിട്ടുന്നു. സാധാരണ പറയാറുണ്ട്, മാലാഖയിൽ നിന്ന് വലിയ ഭേദമില്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. മാലാഖമാർ ദൈവത്തെ എപ്പോഴും മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഉന്നതരായ സൃഷ്ടികളാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മനുഷ്യർ മാലാഖമാരേക്കാൾ മുകളിലാണ്. തിരുവചനം അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ പൗരോഹിത്യ സ്വീകരണ ക്രമത്തിലെ മനോഹരമായ ഗാനത്തിൽ നമ്മൾ പാടി കേൾക്കുന്നുണ്ട്, മാലാഖമാർക്ക് പോലും അസൂയ തോന്നുന്ന ഒരു കാര്യം. കാരണം മനുഷ്യർക്ക് ദൈവത്തെ വിശുദ്ധ കുർബാനയിലൂടെ, പൗരോഹിത്യത്തിലൂടെ കയ്യിലെടുക്കാൻ സാധിക്കുന്നു. മാലാഖമാർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ മാത്രം സാധിക്കുമ്പോൾ ഇവിടെ ദൈവത്തെ കയ്യിലെടുക്കാനും ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചിറക്കി അൾത്താരയിലേക്ക് കൊണ്ടുവരാനും ബലഹീനരും പാപികളുമായ മനുഷ്യർ പുരോഹിതന്മാരായി മാറുമ്പോൾ അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് മാലാഖമാർക്ക് ദൈവികമായ ഒരു അസൂയ മനുഷ്യരോട് തോന്നുന്നു എന്ന് പറയുന്നു. ഏതാണ്ട് അതുപോലെ സ്നാപക യോഹന്നാൻ ജീവിതം കൊണ്ട്, ജനനം കൊണ്ട് വലിയ ഉന്നതനാണ്, വലിയവനാണ്. പക്ഷേ ഈശോയിലൂടെ സ്വർഗത്തിലെത്തുന്ന ഒരു വ്യക്തി ഈശോയെ നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ച് സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് സ്നാപകനേക്കാൾ വലിയവനാണെന്ന് ഈശോ ഇവിടെ എടുത്തു പറയുന്നു. നമുക്ക് കിട്ടുന്ന ആ വലിയ ഭാഗ്യം, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ സ്വർഗം തുറന്ന് ദൈവം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നതിൻ്റെ ഭാഗ്യവും വലിപ്പവും നമ്മൾ അറിയുന്നുണ്ടോ? അതുവഴി നമുക്ക് കിട്ടുന്ന വലിപ്പവും സ്വർഗത്തിലുള്ള വലിയ അവകാശവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ഈശോയെ കൂടുതൽ സ്നേഹത്തോടെ, അതുപോലെ ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ ഇനി മുതൽ സ്വീകരിക്കാനുമുള്ള അനുഗ്രഹത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.